ശ്ലോകം 5. കാലേ തസ്മിൻ ഏകദാ സീരപാണിം മുക്ത്വ. കുട്ടികൾ എല്ലാ ദിവസവും പശുക്കളെ മേയ്ക്കാൻ പോകുന്നതാണ്. ആദ്യം പശുക്കുട്ടികളെ മേയ്ച്ചിരുന്നു, പിന്നെ അത് നിർത്തി വലിയ പശുക്കളെ മേയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം രാവിലെ എണീച്ച് കൃഷ്ണൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടൻ ഇന്ന് വരണ്ട, ഞങ്ങളിത്തി വേറെ വഴിക്കൊക്കെയാണ് പോകുന്നത്, ഏട്ടൻ ഇന്ന് വരണ്ട. അതെന്താണ്, എനിക്ക് ആ വഴിക്ക് പോകുന്നതോടെ ഇന്ന് വരണ്ട, ഞാൻ എന്നെ പറഞ്ഞില്ലേ. അപ്പോൾ രോഹിണി പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞ പോലെ കേൾക്ക്. അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ സീരപാണി മുക്തുവ. സീരപാണി, സീരം കലപ്പ, കലപ്പ കയ്യിൽ എന്തിയിരിക്കുന്നവൻ ബലരാമൻ. ആ ബലരാമനെ മുക്തുവ, കൂടാതെ. അങ്ങനെ ഒരു ദിവസം തസ്മിൻ കാലേ, ആ കാലത്ത് ഏകദാ, ഒരു ദിവസം ഒരിക്കൽ സീരപാണി മുക്തുവ, ബലരാമനെ കൂടാതെ. എന്തുകൊണ്ട് ബലരാമനെ കൂട്ടിയില്ല? ബലരാമൻ്റെ വർഗമാണ്, എത്രയായാലും ഇഷ്ടപ്പെടുമോ? എത്രയായാലും അവൻ എൻ്റെ വർഗമല്ലേ എന്നുള്ള തോന്നൽ വരും. അതുകൊണ്ടാണ് ബലരാമനെ കൂട്ടാൻ. യാതേ യാമുനം കാനനാന്തം. യാമുനം കാനനാന്തം, യമുനാതീരത്തുള്ള കാനനം. അവിടേക്ക് യാതേ ഭഗവാൻ പോവുകയുണ്ടായി. ത്വയുദ്ധാമ ഗ്രീഷ്മ ഭീഷ്മോഷ്മതപ്ത. ഹേ ഭഗവൻ, എന്തൊന്നില്ലാത്ത ചൂട്. ഉദ്ദാമ ഗ്രീഷ്മം, ഉദ്ദാമം അതികഠിനമായ ചൂട്. വേനലാണ്, ഗ്രീഷ്മകാലം. ആ വേനൽ കൊണ്ട് ഭീഷ്മ ഊഷ്മ, ഭയങ്കരമായ ചൂട്, വേനലിൻ്റെ ചൂട്. തപ്ത, അതുകൊണ്ട് എല്ലാവരും തപിച്ചു, വേർത്ത് വല്ലാണ്ട് ബുദ്ധിമുട്ടി. ആരൊക്കെ? പശുക്കളും അതെ, കുട്ടികളും അതെ, എല്ലാ കുട്ടികളും അതെ. കുട്ടികൾ എത്രയാണ്? ഓർമ്മ വേണം, 1000ഓളം കുട്ടികളാണ്, ലക്ഷക്കണക്കിനാണ് പശുക്കൾ. അവരെയാണ് ആട്ടിക്കൊണ്ട് ദിവസേന പോകുന്നത്. അങ്ങനെ വലുതായ ഗ്രീഷ്മകാലമായതുകൊണ്ടും വേനൽക്കാലമായതുകൊണ്ടും നല്ല ചൂടുള്ളതുകൊണ്ടും ഭീഷ്മ ഊഷ്മം ഭയങ്കരമായ ചൂടുള്ളതുകൊണ്ടും തപ്ത, എല്ലാവരും തപിച്ചു, വേർത്തു, ക്ഷീണിച്ചു, ദാഹിച്ചു. സകലർക്കും ദാഹം, കുട്ടികൾക്കും ദാഹം, പശുക്കൾക്കും ദാഹം. ഗോപാല, ഗോക്കളും ഗോപാലന്മാരും. ഗോക്കൾ, ഗോപാലൻ, ഗോക്കളെ പാലിക്കുന്നവർ ഗോപാലൻ. അങ്ങനെ രണ്ടുപേർക്കും, ഗോക്കൾക്കും ഗോപാലന്മാർക്കും എന്തെന്നില്ലാത്ത ദാഹമുണ്ടായി. ഭഗവാന്റെ സങ്കല്പം കൊണ്ട് അത് വല്ലാത്ത ചൂട് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവരും പോയി കുടിച്ചു, കൃഷ്ണനൊഴിച്ച് ബാക്കി സകലരും പോയി കുടിച്ചു എന്നാണ്. വ്യാപിബൻ ക്ഷേളതോയം. ക്ഷേളം വിഷം, വിഷം കലർന്ന തോയം വെള്ളം. ആ വിഷം കലർന്ന വെള്ളത്തിനെ എല്ലാവരും വ്യാപിബൻ പിടിച്ചു, നന്നായി കുടിച്ചു. നല്ല ദാഹം, നന്നായി കുടിച്ചു. ഭഗവാൻ കരുണാശാലിയാണ്. ആ കാരുണ്യമൂർത്തിയായ ഭഗവാൻ ഈ കാളിയനെ ഈ കയത്തിൽ നിന്ന് ഓട്ടിച്ച് ഈ വെള്ളം ഗോപന്മാർക്കും ഗോപികൾക്കും ഉപയോഗപ്രദമാക്കണം. അവർക്ക് കുളിക്കണം, അവർക്ക് ആ വെള്ളം എടുത്ത് ഉപയോഗിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ഈ വിധത്തിലുള്ളൊരു ലീലയാടി. അന്നത്തെ ദിവസം ക്ഷീരപാണി മുക്ത്വ, ആ ബലരാമനെ കൂടാതെ പോയി. സാധാരണ പോകുന്ന സ്ഥലത്തേക്കല്ല പോയത്. ഏട്ടനോട് പറഞ്ഞ കാര്യം ശരിയാണ്, ഞങ്ങൾ വേറെ വഴിക്കാണ് പോണത്. യാതേ യാമുനം കാനനാന്തം. അങ്ങനെ യമുനാതീരത്തുള്ള കാട്ടിലേക്ക് പോയി. അവിടെ അന്നുണ്ടായതായ ആ ചൂട്, വേനൽക്കാലം ഉദ്ദാമ ഗ്രീഷ്മ, ഭയങ്കരമായ വേനൽക്കാലം, അതിൽ
ഭീഷ്മ ഊഷ്മ, അതിഭയങ്കരമായ ചൂട്. അത് കാരണം തപ്ത, എല്ലാവരും ദാഹിച്ച് വശം കെട്ടവരായി തപിച്ചു. അപ്പോൾ ഗോക്കളും ഗോപാലന്മാരും, ഗോപാല, ഗോക്കളും ഗോപാലന്മാരും രണ്ടു കൂട്ടരും വ്യാപിപൻ ക്ഷീണതോയം, അവർക്കറിയില്ല ഇതിൽ വിഷമുണ്ടെന്ന് അറിയില്ല. ആ വിഷം കയറുന്ന ജലത്തിനെ എല്ലാവരും കുടിച്ചു. വിഷത്തിൻ്റെ സംബന്ധം കൊണ്ടാണ് ആ വെള്ളം കേടുവന്നത്. ദുർജനങ്ങളുമായുള്ള സംബന്ധം കൊണ്ട് നമ്മളുടെ മനസ്സ് കേടുവരും. ഒരിക്കലും ദുർജനങ്ങളുമായിട്ട് ബന്ധപ്പെടരുത്. ദുർജന സംസർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപ്പുമാൻ, എഴുത്തച്ഛൻ പാടുന്നു. എന്നാൽ ദുർജനങ്ങളോട് ദേഷ്യം വരാൻ പാടില്ല, അവരോട് ദേഷ്യപ്പെടാൻ പാടില്ല. നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടാതിരുന്നാൽ. ഭാഗവതത്തിലും മറ്റും ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. പ്രഹ്ലാദൻ, നമ്മൾക്കറിയോ പ്രഹ്ലാദൻ്റെ കഥ അറിയോ? ഇല്ല. നമുക്ക് എടുക്കാം, പിന്നെ എടുക്കാം. അച്ഛൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണ് ഈ പ്രഹ്ലാദൻ, ഇഞ്ചിഞ്ചായിട്ട്. അത് നോക്കാം, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ടു പ്രഹ്ലാദൻ. അച്ഛനോട് ദേഷ്യമുണ്ടോ? ഇല്ല. എങ്ങനെ ഇതറിയണത്? ഭഗവാൻ വന്ന് നരസിംഹമായിട്ട് വന്ന് അച്ഛനെ കൊന്നു. അങ്ങനെ കൊന്നു നിൽക്കുന്ന സമയത്ത് ഭഗവാൻ നരസിംഹമൂർത്തി ചോദിക്കുകയാണ്, എന്തെങ്കിലും വരം ചോദിക്കേ. ഭഗവാൻ, എൻ്റെ അച്ഛൻ അങ്ങയെ ദേഷിച്ചു, എൻ്റെ അച്ഛനൊന്നും പറ്റരുതേ, ഒരു ദോഷവും വരരുതേ എന്ന് ആർക്കാ ചോദിക്കാൻ സാധിക്കുക? അതുപോലെ ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരും. ഭീഷ്മരും ദുര്യോധനുമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. ദുര്യോധനൻ ഒരിക്കലും പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ ഭീഷ്മർ എപ്പോഴും ദേഷ്യപ്പെട്ട് സംസാരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ അവനോട് ദേഷ്യമില്ല. സംസാരിക്കുമ്പോൾ കുറച്ച് കടുത്ത് സംസാരിക്കുന്നു മാത്രം. പക്ഷെ ദേഷ്യമില്ലാതെ അവസാനം വരെ അവനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞുകൂടി. നമുക്കുള്ളതായ പാഠം, നമ്മൾ ആരോടും ദേഷ്യപ്പെടരുത്, ആരെയും അന്യരായി കാണരുത്. എല്ലാം ഏകനായ ഭഗവാന്റെ സന്താനങ്ങളാണ് എന്ന് മനസ്സിലാക്കി, എൻ്റെ ഉള്ളിലുള്ളതായ ചൈതന്യം തന്നെയാണ് അവൻ്റെ ഉള്ളിലുള്ളതും എന്ന് മനസ്സിലാക്കി. ഇന്നിപ്പോൾ അവനിലുള്ളതായ ഗുണത്തിന് മാറ്റം വന്നു. അതാണ് എപ്പോഴാണ് ഒരാൾ ദേഷ്യപ്പെടുന്നത്? രജസ്തമോ ഗുണങ്ങൾ വർദ്ധിക്കുമ്പോഴാണ്. നമ്മളിൽ ആ രജസ്തമോ ഗുണങ്ങൾ വർദ്ധിക്കരുത്, സത്വഗുണം വർദ്ധിപ്പിച്ച് എന്തെന്ത് ദുഃഖങ്ങൾ നമുക്ക് അവരിൽ നിന്ന് ഉണ്ടാവുന്നുവോ ആ ദുഃഖങ്ങളെയൊക്കെ സഹിക്കാൻ സാധിക്കണം. സത്വഗുണിക്ക് മാത്രമേ അത് സാധിക്കൂ. അതുകൊണ്ടാണ് ബ്രാഹ്മണൻ സത്വഗുണിയാണെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. നമുക്ക് ജന്മം കൊണ്ട് ബ്രാഹ്മണത്വം കിട്ടിയിട്ടില്ലെങ്കിലും സത്വഗുണം 85% സത്വഗുണത്തിനെ നേടാൻ ശ്രമിക്കൂ. 10% രജോ ഗുണം കർമ്മം ചെയ്യാൻ, 5% തമോ ഗുണം ഉറങ്ങാൻ.